ഹലോ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൂളംസ് ലോ എന്താണെന്ന് പറഞ്ഞു. കൂളംസ് ലോ നമ്മൾ എഴുതിയപ്പോ നമ്മൾ അതിലുള്ള കോൺസ്റ്റന്റ് ടേമിനെ കെ എന്നാണ് ഡിനോട്ട് ചെയ്തത്. അതായത് F is equal to K into Q1 Q2 by R square എന്നാണ് നമ്മൾ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ എഴുതിയത്. അത് രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സിന്റെ എക്സ്പ്രഷനാണ്. രണ്ട് ചാർജുകൾ Q1ഉം Q2ഉം ആണെങ്കിൽ അവക്കിടയിൽ അവയുടെ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ലൈൻ ആ ഡിസ്റ്റൻസ് R ആണെങ്കിൽ ഇതാണ് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഫോഴ്സിന്റെ എക്സ്പ്രഷനിലുള്ള കോൺസ്റ്റന്റ് ടേം K ഇതെന്താണെന്ന് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമുക്ക് അപ്പോ അത് ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. K എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 1/4πε0. സോ ഈ കോൺസ്റ്റന്റ് ടേമിന്റെ വാല്യൂ 9 into 10⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ ആയിരുന്നു. ഓക്കെ, സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ഈ 1/4πε0യിൽ ε0 എന്ന് പറയുന്ന ആളുടെ പേര് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നാണ്. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നാണ്. യഥാർത്ഥത്തില് ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തുള്ള ഈ രണ്ട് ചാർജുകളും നമ്മൾ വെച്ചിരിക്കുന്നത് ഫ്രീ സ്പേസിലാണെങ്കിൽ, ഫ്രീ സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ വാക്വം ഇതൊക്കെയാണ്. ഇതിനെല്ലാം ജനറൽ ആയിട്ട് വിളിക്കുന്ന പേരാണ് ഫ്രീ സ്പേസ്. സോ ഈ ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റി ആണ് ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ കോൺസ്റ്റന്റ് വാല്യൂ കിട്ടിയത്. ഈ വാല്യൂ നമുക്ക് എല്ലായ്പ്പോഴും ഇത് തന്നെ ആയിരിക്കും. എന്നാൽ നമ്മൾ ഈ ചാർജ് വെച്ചിരിക്കുന്ന മീഡിയം മാറുകയാണെങ്കിൽ അപ്പൊ ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റിക്ക് അവിടെ പ്രസക്തി ഇല്ലാതാവുകയും ഏത് മീഡിയമാണോ ഉള്ളത് അതിന്റെ പെർമിറ്റിവിറ്റി അവിടെ പ്രസക്തമാവുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനെ മാറ്റി എഴുതി കഴിഞ്ഞാല് F is equal to 1/4πε0 Q1 Q2 by R square എന്നാണ് ഫ്രീ സ്പേസിന്റെ കാര്യത്തിൽ നമുക്ക് കിട്ടുക. ഫ്രീ സ്പേസിൽ രണ്ട് ചാർജുകൾ വെച്ചാൽ ഉള്ള ഫോഴ്സ് ആണിത്. എന്നാൽ മറ്റേതെങ്കിലും ഒരു മീഡിയത്തിലാണെങ്കിലും നമ്മൾ വെക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 1/4πε Q1 Q2 by R square എന്നാണ് ഫോർ എ മീഡിയം. സോ ഫ്രീ സ്പേസ് അല്ലാത്ത ഏതൊരു മീഡിയത്തിന്റെയും പെർമിറ്റിവിറ്റിയാണ് എപ്സിലോൺ എന്നറിയപ്പെടുന്നത്. സോ എപ്സിലോൺ ഈസ് കാൾഡ് ദി permittivity of the medium. Okay, ഈ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ഓരോ മീഡിയത്തിനും വ്യത്യസ്ത വാല്യൂ ആയിരിക്കും. ഫ്രീ സ്പേസിലാണെങ്കിൽ അത് ε0 ആയിരിക്കും. അപ്പൊ ഇതിന്റെ വാല്യൂ എത്രയാണെന്ന് വെച്ചാല് ε0യുടെ വാല്യൂ 8.85 into 10⁻⁻12 ഇതിന്റെ നേരെ തിരിച്ചുള്ളതായിരിക്കും. കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഇതാണ് ε0യുടെ വാല്യൂ. എന്നാൽ എപ്സിലോണിന്റെ വാല്യൂ ഏത് മീഡിയം ആണോ അതിനനുസരിച്ച് മാറും. വെള്ളത്തിനാണെങ്കിൽ ഏകദേശം ഇതിന്റെ 80 ഇരട്ടി അല്ലെങ്കിൽ 81 ഇരട്ടി വാല്യൂ ഉണ്ട്. ഗ്ലാസ് ആണെങ്കിൽ 8 ഇരട്ടി വാല്യൂ ഉണ്ട്. അങ്ങനെ വ്യത്യസ്ത മീഡിയംസിന് വ്യത്യസ്ത വാല്യൂസ് ആയിരിക്കും ഈ എപ്സിലോണിന് ഉണ്ടാവുക, പെർമിറ്റിവിറ്റിയുടെ വാല്യൂ ഉണ്ടാവുക. അപ്പൊ നമുക്കൊരു കാര്യം ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാം. ഈ പെർമിറ്റിവിറ്റിയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ഈ ഫോഴ്സിന്റെ വാല്യൂ മാറും. ഇതൊക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചാലും, ചാർജും ഡിസ്റ്റൻസ് ഒക്കെ ഫിക്സ് ചെയ്ത് അവിടെ വെച്ച് കഴിഞ്ഞാലും നമ്മൾ അതില് മാറുന്ന മീഡിയം. അപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് രണ്ട് ചാർജുകൾ എടുത്തു വെച്ചിരിക്കുകയാണ്, ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കാം. എന്നിട്ട് ഫ്രീ സ്പേസ് ആയിരുന്നപ്പോ അവക്കിടയിലുള്ള ഫോഴ്സ് ഇതാണ്. അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു, അപ്പൊ മീഡിയം മാറി, വെള്ളത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. ഇതേ ചാർജുകൾ തന്നെയാണ്, അതേ ഡിസ്റ്റൻസ് തന്നെയാണ്. പക്ഷെ അപ്പോ അവക്കിടയിലുള്ള ഫോഴ്സിന്റെ അളവ് മാറും. കാരണം പെർമിറ്റിവിറ്റി മാറി. ഈ എപ്സിലോൺ മാറിയത് കൊണ്ട് ഫോഴ്സ് മാറും. എപ്സിലോൺ കൂടുകയാണെങ്കിൽ ഫോഴ്സ് കുറയും. ഇതാണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പൊ ഇതിൽ നമ്മൾ പ്രധാനപ്പെട്ടമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും കുറഞ്ഞ വാല്യൂ ഉള്ള പെർമിറ്റിവിറ്റി ഫ്രീ സ്പേസിനാണ്. ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റി ആണ് ε0 is the minimum permittivity or minimum value.
ഓഫ് പെർമിറ്റിവിറ്റി. ഫ്രീ സ്പേസിനാണ് ഏറ്റവും കുറഞ്ഞ പെർമിറ്റിവിറ്റി ഉള്ളത് ε0, അതായത് 8.85 × 10⁻12 കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. മറ്റുള്ള എല്ലാ മീഡിയംസിനും ഇതിനേക്കാളും കൂടുതലായിരിക്കും. അതായത് എപ്സിലോൺ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ε0. ഫ്രീ സ്പേസിന്റെ കേസിലുള്ള ഫോഴ്സിന് നമ്മൾ F0 എന്ന് അടയാളപ്പെടുത്തുകയാണെങ്കിൽ, മീഡിയത്തിന്റെ കേസിലുള്ള ഫോഴ്സിനെ F എന്നും അടയാളപ്പെടുത്തുകയാണെങ്കിൽ, വി കൻ റൈറ്റ് F ഈസ് ഓൾവേസ് ലെസ് ദാൻ F0. ഫ്രീ സ്പേസിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനേക്കാളും കുറവ് ഫോഴ്സാണ് മീഡിയത്തിൽ ചാർജുകൾ വെക്കുമ്പോൾ അനുഭവപ്പെടുക. സോ മീഡിയത്തിലുള്ള ഫോഴ്സ് വളരെ കുറവ്. അപ്പൊ മീഡിയം ഉണ്ടാവുമ്പോൾ ഈ ഫോഴ്സുകൾ കുറയാൻ കാരണം എന്താണ്? അതിന്റെ കാരണം മറ്റു ചില ഇലക്ട്രോഡൈനാമിക്കൽ പ്രോസസ്സുകളാണ്. അതായത് ഇതിന്റെ ഒരു അഡ്വാൻസ്ഡ് ലെവൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് പെർമിറ്റിവിറ്റി കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ പെർമിറ്റിവിറ്റി മാറുന്നതിനനുസരിച്ച് ഈ ഫോഴ്സ് മാറുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ പെർമിറ്റിവിറ്റി യഥാർത്ഥത്തിൽ ഒരു മീഡിയത്തിന്റെ പ്രോപ്പർട്ടിയാണ്. മീഡിയത്തിനാണ് പെർമിറ്റിവിറ്റി ഉണ്ടാകുക. ഏത് മീഡിയം എടുത്താലും അതിലുള്ളത് ചാർജുകൾ തന്നെയാണ്. അവയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റംസും മോളിക്യൂൾസും കൊണ്ടാണ്. എല്ലാ ആറ്റങ്ങളും മോളിക്യൂൾസും ഉണ്ടാക്കിയിരിക്കുന്നത് ഇലക്ട്രോൺസും പ്രോട്ടോൺസും പോലെയുള്ള ചാർജുള്ള പാർട്ടിക്കിൾസ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഫീൽഡുകളുണ്ട്. സോ അതിന്റെ ഒരു കൺസീക്വൻസ് ആണ് ഈ പെർമിറ്റിവിറ്റി ഫോഴ്സിനെ സ്വാധീനിക്കാൻ കാരണം. ഈ കോൺസ്റ്റന്റിനെ നമ്മൾ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിനെ പോലെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ നേരത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും കമ്പയർ ചെയ്തല്ലോ. അപ്പൊ അവയുടെ ടേംസിലുള്ള കോൺസ്റ്റന്റ്സ് രണ്ടും തമ്മിലൊരു വലിയ വ്യത്യാസമുണ്ട്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഒരു യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആണ്. അത് എല്ലാ സ്ഥലത്തും, ലോകത്ത് എല്ലാ സ്ഥലത്തും ജിയുടെ വാല്യൂ ആ വാല്യൂ തന്നെയായിരിക്കും. അതൊരിക്കലും മാറുകയില്ല. 6.67 × 10⁻11 എന്ന ജിയുടെ വാല്യൂ ലോകത്ത് എല്ലാ സ്ഥലത്തും ഒരേ വാല്യൂ ആയിരിക്കും. എന്നാൽ ഈ 1/4πε എന്ന് പറയുന്നതിന്റെ വാല്യൂ മീഡിയം മാറുന്നതിനനുസരിച്ച് മാറും. അപ്പൊ ഒരു മീഡിയത്തിനാണ് അത് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുകയുള്ളൂ. ഇനി ഓരോ മീഡിയത്തിന്റെയും വാല്യൂസ് ഇതേപോലെയുള്ള വാല്യൂസ് 8.85 × 10⁻12 അല്ലെങ്കിൽ പിന്നെ 100 × 10⁻12 ഇങ്ങനെ, അല്ലെങ്കിൽ 1 × 10⁻12 ഇങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ ഓർത്തു വെക്കാൻ തന്നെ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്, ഇപ്പൊ പെർമിറ്റിവിറ്റി എപ്സിലോൺ ആണെങ്കിൽ അതിന് നമ്മൾ ε0 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് ε0യുടെ എത്ര ഇരട്ടിയാണ് ആ മീഡിയത്തിന്റെ വാല്യൂ എന്ന് അറിയാൻ സാധിക്കും. അപ്പൊ ഇതിനൊരു പേരുണ്ട്, എപ്സിലോൺ ആർ. എപ്സിലോൺ ആർ എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണ്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി. So epsilon r is the relative permittivity of the medium. So relative permittivity is the permittivity relative to the permittivity of free space. അപ്പൊ ഒരു മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി ഡിവൈഡഡ് ബൈ ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റി ആണ് ആ മീഡിയത്തിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഈ റിലേറ്റീവ് പെർമിറ്റിവിറ്റിക്ക് മറ്റൊരു പേര് കൂടി ഉണ്ട്, ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. കേട്ട് പരിചയം ഉണ്ടാവും. ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്നാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ മറ്റൊരു പേര്. ഈ ഒരു ഇക്വേഷനിൽ നിന്നും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. എപ്സിലോൺ ഈസ് ഈക്വൽ ടു എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ 0. അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് ഈ ഇക്വേഷനെ എപ്സിലോൺ എന്നതിന്റെ സ്ഥാനത്ത് എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ 0 എന്ന് എഴുതാം. എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ 0. നമുക്ക് രണ്ട് ചാർജുകൾ ഉണ്ട് വിചാരിക്കുക, Q1 ആൻഡ് Q2 സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് R. ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഫോഴ്സ് ഈസ് ഈക്വൽ ടു 1/4πε Q1 Q2 by R². മാഗ്നിറ്റ്യൂഡ്. അപ്പോ നമ്മൾ ആദ്യം ഫ്രീ സ്പേസിൽ വെച്ചുകൊണ്ട് ഈ ഫോഴ്സ്, ഇവക്കിടയിലുള്ള ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയത് F1 ഈക്വൽ ടു 1/4πε Q1 Q2 by R² ആണെന്ന് വിചാരിക്കുക. സോ ഫ്രീ സ്പേസിൽ നമ്മുടെ ഇവക്കിടയിലുള്ള ഫോഴ്സ് ആണെന്നും നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണ്. അതിന് നമ്മൾ F1 എന്ന് പേര് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ എന്തോ ഒരു മീഡിയം അതിലേക്ക് ഒഴിച്ചു. അങ്ങനെ ആ മീഡിയത്തിലാണ് ഇപ്പോ ഈ ചാർജുകൾ ഉള്ളത്. അപ്പൊ അവക്കിടയിലുള്ള ഫോഴ്സ് മാറുമെന്ന് നമുക്കറിയാം. ഈ എപ്സിലോണിന്റെ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ നമ്മളത് പറഞ്ഞു. അപ്പോ അങ്ങനെ മെഷർ ചെയ്ത ഫോഴ്സ് നമുക്ക് കിട്ടിയത്
ആദ്യത്തേതിന്റെ അതായത് F1ന്റെ 1/3 കരുതുക. അപ്പൊ F2 is equal to F1/3. അതായത് നമ്മൾ ആദ്യ ഒരു ഫോഴ്സ് അളന്നു, സം F1 കിട്ടി. ആ F1ന്റെ 1/3 ഈ മീഡിയം ഒഴിച്ചപ്പോ നമുക്ക് കിട്ടിയതെന്ന് വിചാരിക്കാം. നമ്മൾ അറിയേണ്ടത് ഫ്രീ സ്പേസ് അല്ലാത്ത ഏതൊരു മീഡിയത്തിലും ഫോഴ്സ് കുറവായിരിക്കും, ഫ്രീ സ്പേസിലുള്ളതിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. അപ്പൊ ഇവിടെ 1/3 ഉള്ളൂ, കുറവാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്, ഫോഴ്സ് ഇങ്ങനെ 1/3 ആണെങ്കിൽ ആ വസ്തുവിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എത്രയായിരിക്കും? ഇതാണ് ചോദ്യം. ഒഴിച്ച വസ്തുവിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എത്രയായിരിക്കും എന്നതാണ് ചോദ്യം. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി? നമ്മൾ ആദ്യം തന്നെ ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കുന്നു. ഫ്രീ സ്പേസിലുള്ളതിന്റെ ഇക്വേഷൻ എഴുതുന്നു, സോറി മീഡിയത്തിലുള്ളതിന്റെ ഇക്വേഷൻ എഴുതുന്നു. F2 is equal to 1/4 pi epsilon Q1 Q2 by R square. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയാം. ഇനി ഇക്വേഷൻ 1നെയും 2നെയും ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. F1 by F2 equal to 1/4 pi epsilon 0 Q1 Q2 by R square divided by 1/4 pi epsilon Q1 Q2 by R square. ഇതാണ് അവ ഡിവൈഡ് ചെയ്താൽ കിട്ടുക. ഇതൊക്കെ കോമൺ ആണ്, അതേപോലെ ഇത് കോമൺ ആണ്. ബാക്കിയുള്ളത് ഇവിടെ ഒരു മുകളിൽ 1/epsilon 0, താഴെ 1/epsilon. അപ്പൊ ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ 1/epsilon 0, താഴെയുള്ള ഇതിന്റെ താഴെയുള്ള 1/epsilonനെ മുകളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ epsilon/1 ആവും. epsilon/1 ആവും. epsilon/epsilon 0 എന്നാണ് കിട്ടുക. ഓക്കെ, ഇനി ഇവിടെ നോക്കുക F1/F2. ഇതിൽ F1 ഡിവൈഡഡ് ബൈ F2ന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? F1/3 എന്ന് കൊടുക്കാം. F1/3 which is equal to epsilon/epsilon 0. ഈ F1 പോയി, ഇവിടെ 1/3 ഉണ്ട്, അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നമുക്ക് 3 എന്നാക്കി മാറ്റാം. സോ 3 is equal to epsilon/epsilon 0. epsilon/epsilon 0 എന്ന് പറയുന്നതിന്റെ പേരെന്താ ശരിക്ക്? That is called the relative permittivity. അപ്പൊ നമുക്ക് റിലേറ്റീവ് പെർമിറ്റിവിറ്റി epsilon r is equal to 3 എന്ന് കിട്ടും. So this is the dielectric constant of the material. അപ്പൊ ഈ മീഡിയത്തിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എത്രയാണെന്ന് കിട്ടാൻ വളരെ എളുപ്പമാണ്, 3 ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കൂ, ഇനി ഇത് കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഏത് മീഡിയമാണ് അവിടെ വന്നിരിക്കുന്നത് എന്ന്. ഫസ്റ്റ് മീഡിയത്തിൽ നമുക്കൊരു നിശ്ചിത ഫോഴ്സ് കിട്ടി. നമ്മൾ മീഡിയം മാറ്റിയപ്പോൾ F1/3 ആണ് കിട്ടിയത്. അതായത് ആദ്യത്തെ മീഡിയത്തിന്റെ 1/3 കിട്ടിയത്. അപ്പൊ F1/3 ആണെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മീഡിയം, പുതിയ മീഡിയം, അതിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് 3 ആണ് എന്നാണ്. ഇനി ഇതിന്റെ സ്ഥാനത്ത് നമുക്ക് 4ഓ 5ഓ എത്ര ആണെങ്കിലും ഉപയോഗിക്കാം. അപ്പോ അതിനനുസരിച്ച് ഏതാണ് ആ മീഡിയത്തിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എത്രയാണ് നമുക്ക് പറയാൻ പറ്റും. നമുക്കറിയാം വാട്ടറിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എത്രയാണ്? 81 ആണ്. 81 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫോഴ്സ്, നമ്മൾ ആദ്യം ഫ്രീ സ്പേസിൽ അളന്ന ഫോഴ്സും വെള്ളത്തിൽ വെച്ച് അളന്ന ഫോഴ്സും തമ്മിൽ ഇത്രയും വ്യത്യാസം ഉണ്ടായിരിക്കും. 81ൽ ഒരു ഭാഗം മാത്രമേ ഫോഴ്സ് അനുഭവപ്പെടുള്ളൂ. ഇതാണ് പെർമിറ്റിവിറ്റിയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു സ്മോൾ സ്ഫിയേഴ്സ് ഓഫ് ചാർജ് 2 × 10⁻⁷ coulomb and 3 × 10⁻⁷ coulomb separated by a distance of 30 cm in air. രണ്ട് സ്ഫിയറുകൾ തന്നിട്ടുണ്ട്. സോ ഒന്നാമത്തെ സ്ഫിയറിന്റെ ചാർജ് എത്രയാണ്? 2 × 10⁻⁷ കൂളം ആണ്. രണ്ടാമത്തെ ചാർജിന്റെതോ? രണ്ടാമത്തെ സ്ഫിയറിന്റെ ചാർജ് 3 × 10⁻⁷ കൂളമാണ്. സോ രണ്ട് സ്ഫിയറുകൾ ഉണ്ട്. ഒന്നാമത്തെ സ്ഫിയർ 2 × 10⁻⁷ കൂളം, രണ്ടാമത്തത് 3 × 10⁻⁷ കൂളം. അവക്കിടയിലുള്ള ദൂരം 30 സെന്റിമീറ്റർ ആണ്. എയറിലാണ് വെച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഫോഴ്സ്? അപ്പൊ നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ അറിയാം. ഇറ്റ് ഈസ് 1/4 pi epsilon 0. ഫ്രീ സ്പേസിലാണ് ഉള്ളത്. എയർ എന്ന് പറയുന്നത് ഫ്രീ സ്പേസ് തന്നെയാണ്. Q1 Q2 by R square. ഇതാണ് ഇക്വേഷൻ. ഇതിന്റെ വാല്യൂ നമുക്കറിയാം. ഈക്വൽ ടു 9 × 10⁻⁹ ഇൻറ്റു Q1 എത്രയാണ്? 2 × 10⁻⁻7 and 3 × 10⁻⁻7 divided by
ആർ സ്ക്വയർ എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 30 ഇൻറ്റു 10⁻⁻² മീറ്റർ ആണ്, അതിന്റെ സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മളിത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ 10 to the power ടേംസ് ഒക്കെ ഒരു ഭാഗത്തേക്ക് ബാക്കിയുള്ളൊക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാം. 2 3 6 6 9 54 ഇൻറ്റു 10⁻9 ഇൻറ്റു 10⁻⁻7 ഇൻറ്റു 10⁻⁻7 ഡിവൈഡഡ് ബൈ 30 ഇൻറ്റു 10⁻⁻2 എത്രയാണ്? 0.3 ആണ്. ഈ ഭാഗം 0.3 ആണ്. അപ്പൊ 0.3ന്റെ സ്ക്വയർ എത്ര? 0.3യുടെ സ്ക്വയർ 0.09. നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ 6 ഇൻറ്റു 10⁻⁻3 ന്യൂട്ടൺ ആയിരിക്കും. ഇതായിരിക്കും ഇതിന്റെ ഫൈനൽ ആൻസർ. നമുക്ക് ഇതിന്റെ മീഡിയം ഒന്ന് മാറ്റി നോക്കാം. അപ്പൊ എങ്ങനെ എന്ത് മാറ്റങ്ങളാണ് ഇതിൽ വരിക എന്നുള്ളതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുകയാണെന്ന് വിചാരിച്ചാൽ വെള്ളത്തിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എത്രയാണെന്ന് നമുക്കറിയാം. എത്രയാണ്? 81 ആണ്. ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ ഈസ് 81. ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഓർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി, ബോത്ത് ആർ സെയിം. അപ്പൊ വാട്ടർ ആണ് ഉള്ളതെങ്കിൽ നമുക്ക് ഇവിടെ എപ്സിലോൺ സീറോയുടെ സ്ഥാനത്ത് ആരാ വേണ്ടത്? എപ്സിലോൺ ആണ് വേണ്ടത്. എപ്സിലോൺ എന്ന് പറയുന്നത് എന്താണ്? എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ ആണ്. അപ്പൊ ഇത്രയും ഭാഗത്തിന്റെ വാല്യൂ ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ബൈ എപ്സിലോൺ ആർ കൂടി ചേർത്താൽ മതി. ബൈ എപ്സിലോൺ ആർ. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സെയിം ആണ്. ഈ എപ്സിലോൺ ആറിന്റെ വാല്യൂ എത്രയാണ്? 81. അപ്പൊ ഈ താഴെ ഒരു 81ഉം കൂടി ചേർത്താൽ മതി. സോ ഫൈനൽ ആൻസറിന്റെ അടിയിൽ ഒരു 81 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം കിട്ടുന്ന വാല്യൂ ഇതായിരിക്കും. 7.5 ഇൻറ്റു 10⁻⁻5 ആയിരിക്കും കിട്ടുക ഏകദേശം. സോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ വീണ്ടും വാല്യൂ കുറഞ്ഞു എന്നുള്ളതാണ്. 6 ഇൻറ്റു 10⁻⁻3 ന്യൂട്ടൺ ഉണ്ടായിരുന്നത് 7.5 ഇൻറ്റു 10⁻⁵ ന്യൂട്ടൺ ആയി മാറി.